എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ജൂലൈ 2026 ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന. ഓൾറെഡി 2 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിരുന്നു ജൂലൈ 2026 ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട്. അതിനോടൊപ്പം തന്നെ ജൂലൈ 2026 കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നു. ഇനി വരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷനും ഡിഗ്രി മെയിൻസിന്റെ എക്സാമിനേഷനും 10th മെയിൻസിന്റെ എക്സാമിനേഷനും എല്ലാം പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നന്നായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് പോകുമ്പോൾ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് വിശ്വനാഥ് സിൻഹ എന്ന് നിങ്ങൾക്കറിയാം അല്ലെ. വിശ്വനാഥ് സിൻഹയാണ് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയാണ് ആര്? വിശ്വനാഥ് സിൻഹ എന്ന് പറയുന്നത് അല്ലെ. കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയാണ് വിശ്വനാഥ് സിൻഹ. നിങ്ങൾക്കറിയാം 2026 ജൂൺ 30 50ാമത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയതിലക് വിരമിച്ചതിനെ തുടർന്നാണ് വിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് 51ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുത്തത്. നിങ്ങൾക്കറിയാം ബീഹാർ സ്വദേശിയാണ് അദ്ദേഹം, അതുകൂടി അറിഞ്ഞിരിക്കണം. ഇതിന് തൊട്ടു മുമ്പ് ചീഫ് സെക്രട്ടറി ആകുന്നതിന് മുമ്പ് കേരള ഭരണസിരാ കേന്ദ്രത്തില് സുപ്രധാനമായ പല പദവികളും വിശ്വനാഥ് സിൻഹ വഹിച്ചിട്ടുണ്ട്. ആഭ്യന്തര വിജിലൻസ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടും ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടും അതുപോലെ തന്നെ ഡൽഹിയിലെ കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ ആയിട്ടും കോട്ടയം, വയനാട്, കോഴിക്കോട് ജില്ലകളുടെ കളക്ടറായിട്ടൊക്കെ വിശ്വനാഥ് സിൻഹ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2028 സെപ്റ്റംബർ വരെ ഔദ്യോഗിക സർവീസ് കാലാവധിയുണ്ട്, അതുകൂടി അറിഞ്ഞിരിക്കണം. നമ്മളിനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഒരു ഓപ്പറേഷനെ കുറിച്ചാണ്, ഓപ്പറേഷൻ ശുദ്ധി. സംസ്ഥാനത്ത് വ്യാജ കള്ളിന്റെ ഉത്പാദനവും വിതരണവും തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ശുദ്ധി. കേരള എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? എം ലിജു ആണ്. കായംകുളത്ത് നിന്നുള്ള MLA ആയ എം ലിജു ആണ് എക്സൈസ് വകുപ്പ് മന്ത്രി അല്ലെ. സംസ്ഥാനത്ത് വ്യാജ കള്ളിന്റെ ഉത്പാദനവും വിതരണവും തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ശുദ്ധി എന്ന് പറയുന്ന. അടുത്ത പോയിന്റ് നമോ ഗ്രീൻ റെയിൻ. നമോ ഗ്രീൻ റെയിൻ എന്താണ് ഈ നമോ ഗ്രീൻ റെയിൻ എന്ന് പറയുന്നത്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ആണ് നമോ ഗ്രീൻ ട്രെയിൻ. നമോ ഗ്രീൻ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനിന്റെ പേരാണ് നമോ ഗ്രീൻ ട്രെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ റൂട്ട് എന്ന് പറയുന്നത് ജിന്ദ്. നമോ ഗ്രീൻ ട്രെയിൻ പരീക്ഷണം വിജയകരമായി നടത്തിയ റൂട്ടാണ് ജിന്ദ് സോനിപത്ത് റൂട്ട്. ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് റൂട്ടിലാണ് നമോ ഗ്രീൻ ട്രെയിനിന്റെ പരീക്ഷണം വിജയകരമായി നടത്തിയ റൂട്ട്. എക്സാമിന് ചോദിക്കാം. അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിച്ച രാജ്യം ജർമ്മനിയാണ്, അതുകൂടി അറിഞ്ഞിരിക്കണം. ജർമ്മനിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആദ്യമായിട്ട് ആരംഭിച്ചത്. ഓക്കെ അല്ലേ? ഓർത്തിരിക്കണം, പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പരിസ്ഥിതി സൗഹൃദ ട്രെയിനാണ് നമോ ഗ്രീൻ ട്രെയിൻ എന്ന ഹൈഡ്രജൻ ട്രെയിൻ. 2026 ജൂലൈ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത തീയതി അറിഞ്ഞിരിക്കണം. 2026 ജൂലൈ 17. അപ്പോൾ ആദ്യത്തെ പരീക്ഷണ റൂട്ട് ഹരിയാനയിലെ ജിന്ദ് സോണിപത്ത് പാതയിലാണ്. ഏകദേശം 89 കിലോമീറ്റർ ദൂരമുള്ള റൂട്ടാണ്. ഇതിലെ പ്രതിദിനം 2 സർവീസുകൾ വീതമാണ് ഇത് നടത്തുന്നത്. ട്രെയിനിന്റെ പ്രവർത്തന വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 75 കിലോമീറ്റർ ആണ്. പരമാവധി ഡിസൈൻ വേഗത 120 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. അതുകൂടി ഈ ഹൈഡ്രജൻ ട്രെയിനിന്റെ കോച്ച് നിർമ്മിക്കുന്നത് ചെന്നൈയിലെ ICF ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ഉണ്ടല്ലോ, ഈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിച്ചത്. ആകെ 10 കോച്ചുകൾ അടങ്ങുന്നതിന്റെ ഒരു ട്രെയിൻ സെറ്റാണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ. ഇതിന്റെ ഇരുവശങ്ങളിലും 1200 കിലോവാട്ട് ശേഷിയുള്ള 2 പവർ കാറുകളും മധ്യത്തിലായി 8 പാസഞ്ചർ കോച്ചുകളുമാണ് ഉള്ളത്. ഒരേ സമയം 2600 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ഈ ഹൈഡ്രജൻ ട്രെയിൻ നമോ ഗ്രീൻ ട്രെയിനിന് സാധിക്കും.
ലോകത്തിൽ നിലവിൽ സർവീസ് നടത്തുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശേഷിയുള്ള ഹൈഡ്രജൻ ട്രെയിനും കൂടിയാണ് നമോ ഗ്രീൻ ട്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് പാരിസ്ഥിതിക പ്രാധാന്യം ഒരുപാടുണ്ടാവും. നിങ്ങൾക്കറിയാം മലിനീകരണം അല്ലെ, മലിനീകരണം 0. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഈ ഹൈഡ്രജൻ ട്രെയിനിൽ നിന്നും കരിപുകയോ കാർബൺ മലിനീകരണമോ ഒന്നും ഉണ്ടാകുന്നില്ല. ഡീസൽ എഞ്ചിനുകൾക്ക് പകരമായി പ്രവർത്തിക്കുന്ന ഈ ട്രെയിന് ഓടുമ്പോൾ, റൺ ചെയ്യുമ്പോൾ ശുദ്ധമായ വാട്ടർ വേപ്പർ, ജലബാഷ്പവും താപവും മാത്രമാണ് പുറന്തള്ളുന്നത്. അതുകൂടി അറിഞ്ഞിരിക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റ് ഫാക്ട്സ്. ആദ്യമായി ജർമ്മനിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ, മുമ്പൊരിക്കൽ ചോദിച്ചതാണ്, ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ജപ്പാൻ, ചൈന, USA. അപ്പോൾ ജർമ്മനി, ജപ്പാൻ, ചൈന, USA എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യ വിജയകരമായി നടപ്പിലാക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മുടെ ഇന്ത്യയും എന്ത് ചെയ്യുകയാണ്, ഇടം പിടിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. സ്കൂളുകളിലും മദ്രസകളിലും വന്ദേമാതരം ആലപിക്കുന്നതിന് നിർബന്ധമാക്കി ഉത്തരവിറക്കിയ സംസ്ഥാനം. സ്കൂളുകളിലും മദ്രസകളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാളാണ് ഉത്തരവിറക്കിയത്. ഇനി നമുക്കറിയാം വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ VBG റാംജി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം വന്ന അല്ലെ. 2026 ജൂലൈ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നതെന്ന് അറിയാം. ഈ VBG റാംജി പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ പ്രതിദിന വേതനം അതറിഞ്ഞിരിക്കണം. 401 രൂപയാണ് കേരളത്തിലെ പുതുക്കിയ പ്രതിദിന വേതനം. ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഹരിയാനയിലാണ്. VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനമുള്ളത് എവിടെയാണ്? ഹരിയാനയിലാണ്. അപ്പൊ ഈ VBG റാംജി പദ്ധതിയുടെ പൂർണ്ണരൂപം അറിഞ്ഞാൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ്. 409 രൂപയാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന തൊഴിലുറപ്പ് ഗ്രാമീണ വേതനം നൽകുന്ന സംസ്ഥാനമായ ഹരിയാന നൽകുന്നത്. എത്രയാണ്? 409 രൂപയാണ്. നമുക്കറിയാം വർഷത്തില് 125 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടിയാണ് നൽകുന്നത്. അതുപോലെ തന്നെ 7 ദിവസത്തിനകം വേതനം ലഭ്യമാക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കണം, കേന്ദ്ര സർക്കാർ ഈ പദ്ധതി പ്രകാരം, ഈ VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കുറഞ്ഞ പ്രതിദിന വേതനമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 300 രൂപയാണ്. ഏറ്റവും കുറഞ്ഞത്. ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഹരിയാനയിലാണ് 409. എന്നാൽ ഇത് കൂടാതെ സിക്കിമിൽ പൂർണ്ണമായിട്ടില്ല. സിക്കിമിന്റെ ഉയർന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയുണ്ട്. ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ 450 രൂപ ഏറ്റവും ഉയർന്ന നിരക്ക്. ഓക്കെ. അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് അല്ലാതെ നിൽക്കുന്ന ഹരിയാന 409, ഗോവ 406, കേരളം 401. അപ്പോൾ അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉയർന്ന നിരക്കാണുള്ളത്. അതുകൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പദ്ധതി പ്രകാരം 125 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടിയാണ്. മുൻപുണ്ടായിരുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ, അത് നൽകിയിരുന്ന 100 ദിവസത്തെ തൊഴിലാണ്. ഈ പുതിയ നിയമപ്രകാരം VBG റാംജി പദ്ധതി പ്രകാരം 125 ദിവസമായി വർദ്ധിപ്പിച്ചു. വേഗതയേറിയ വേതന വിതരണമാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ജോലി പൂർത്തിയാക്കി 7 മുതൽ 14 ദിവസത്തിനകം വേതനം തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് DBT ഡയറക്റ്റ് ബെനിഫിറ്ററി ആയിട്ട് ഒക്കെ നേരിട്ട് ലഭ്യമാക്കും. അതുപോലെ തന്നെ ബയോമെട്രിക് ഹാജറാണ്. തൊഴിലിടങ്ങൾ സുതാര്യത ഉറപ്പാക്കാൻ ഡിജിറ്റൽ ബയോമെട്രിക് ഹാജർ സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു ഇടവേളയുണ്ട്. ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു ഇടവേളയുണ്ട്. കാർഷിക കാലയളവിലെ ഇടവേളയുണ്ട്. അതായത് വിളവെടുപ്പ്, വിതയ്ക്കൽ തുടങ്ങിയ പ്രധാന കാർഷിക സമയങ്ങളിൽ കർഷകർക്ക് തൊഴിലാളികളെ ലഭ്യമാക്കുന്നതിനായി വർഷത്തിൽ പരമാവധി 60 ദിവസത്തെ തൊഴിൽ നിർത്തിവെക്കൽ, സീസണൽ പോസ് സംസ്ഥാനങ്ങൾക്ക് അത് തീരുമാനിക്കാൻ പറ്റും VBG റാംജി പദ്ധതി പ്രകാരം. അപ്പോൾ ഓർത്തിരിക്കണം, ഈ VBG റാംജി പദ്ധതി പ്രകാരം തൊഴിലില്ലായ്മ വേതന അപേക്ഷ സമർപ്പിച്ച് 15 ദിവസത്തിനകം ജോലി നൽകാൻ സാധിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം? അപേക്ഷകന് തൊഴിലില്ലായ്മ വേതനം കൂടി നൽകണം. അതുകൂടി അറിഞ്ഞിരിക്കണം. അതുമായിട്ട് അറിഞ്ഞിരിക്കണം.
അതുപോലെ തന്നെ സംസ്ഥാനവും കേന്ദ്രവും ഫണ്ട് വിനിയോഗത്തിന്റെ റേഷ്യോ ഉണ്ട്, അനുപാതമുണ്ട്. ഓർത്തിരിക്കണം, അതിനകത്ത് പല രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. മുമ്പത് നമുക്ക് അറിയാം, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അൺസ്കിൽഡ് വേതനത്തിന്റെ തുക 100% കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നതെന്നുള്ളത്. എന്നാൽ VBG റാംജി ജൂലൈ 1 നിലവിൽ വന്ന VBG റാംജി പദ്ധതി പ്രകാരം പൊതുവിഭാഗം സംസ്ഥാനങ്ങൾ 60-40 എന്നുള്ളത്, 60% തുക കേന്ദ്ര സർക്കാരും 40% തുക അതത് സംസ്ഥാന സർക്കാരും വഹിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കേരളം, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ പൊതുവിഭാഗം സംസ്ഥാനത്തിലാണ്. 409 രൂപ ഹരിയാനയും 401 കേരളവുമാണെന്നറിയാം. എന്നാൽ വടക്ക് കിഴക്കൻ അല്ലെങ്കിൽ ഹിമാലയൻ സംസ്ഥാനങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയ്ക്ക് 90:10 എന്നുള്ളതാണ്. അതായത് 90-10, അതായത് 90 കേന്ദ്രം വഹിക്കും, 10 സംസ്ഥാനം വഹിക്കണം. അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100%, അതായത് നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാണ്. പോണ്ടിച്ചേരിക്കൊക്കെ പറ്റില്ല, പോണ്ടിച്ചേരി അതേപോലെ ഡൽഹി ഇവയൊക്കെ എന്താണ് നിയമസഭയുള്ളത്. നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഴുവൻ ചെലവും, അതായത് ഇപ്പോൾ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാർ നേരിട്ട് വഹിക്കണം. അതുകൂടി സന്ദർഭവശാൽ അറിഞ്ഞിരിക്കണം. ഇനി അതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ടത്, എക്സാമിന് ചോദിക്കും, 2026 ജൂലൈ 1 VBG റാംജി പദ്ധതി പ്രകാരം ആ പദ്ധതിക്ക് തുടക്കം കുറിച്ച ഗ്രാമം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ മുക്കാവാരി പള്ളിയാണ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ മുക്കാവാരി പള്ളിയാണ്. മുക്കാവാരി പള്ളിയിലാണ് VBG റാംജി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട, സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ 16ാം ധനകാര്യ കമ്മീഷന്റെ ഫോർമുലയാണ് മാനദണ്ഡമാക്കുന്നത്. അതും ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് VBG റാംജി പദ്ധതി, അത് എന്ന് നടപ്പിലാക്കി, ഏറ്റവും കൂടുതൽ വേതനം ഉള്ളത് എവിടെയാണ്, എങ്ങനെയാണ് അതിന്റെ വേതന ഡിസ്ട്രിബ്യൂഷന്റെ അനുപാതം, അതായത് സംസ്ഥാനത്തിന്റെയും സെൻട്രലിന്റെയും വിഹിതം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് പൊതുവിഭാഗം സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ അല്ലെങ്കിൽ ഹിമാലയൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒക്കെ വിഹിതം എങ്ങനെയാണെന്നും എവിടെയാണ് ഇത് ഉദ്ഘാടനം നിർവഹിച്ചതെന്നുമൊക്കെ മനസ്സിലാക്കി എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുകയാണ്. 2026 ജൂലൈ 4 സ്വാതന്ത്ര്യം പ്രഖ്യാപനം അംഗീകരിച്ചതിന്റെ 250ാം വാർഷികം നമ്മുടെ USA അമേരിക്കൻ പ്രസിഡന്റിന്റെ അല്ലേ, അതായത് ആരുടെയാണ്, ട്രംപിന്റെ രാജ്യമായ USA 2026 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിച്ചതിന്റെ 250ാം വാർഷികം ആചരിച്ചു. അതുകൂടി അറിഞ്ഞിരിക്കണം. ഇനി അതുപോലെ തന്നെ ഒരു ചുഴലിക്കാറ്റിനെ കുറിച്ചാണ്, മൈസാക് ചുഴലിക്കാറ്റ്. 2026 ജൂലൈയിൽ മൈസാക് ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യമാണ് ചൈന. ഇനി നമ്മളൊരു ഓപ്പറേഷൻ തണ്ടറിനെ കുറിച്ചാണ്, നിങ്ങൾക്കറിയാം, കേട്ടതാണ്. കേരളത്തിലെ ലഹരി മാഫിയയെയും മയക്കുമരുന്ന് സിംഗിളെയും അടിച്ചമർത്താൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പ്രത്യേക പരിശോധനയാണ് ഓപ്പറേഷൻ തണ്ടർ. ഓപ്പറേഷൻ തൂഫാൻ വേറെയാണ്, അതും ലഹരിക്കെതിരെയാണ്, പക്ഷേ വകുപ്പ് വേറെയാണ്. ഇവിടെ എക്സൈസ് വകുപ്പാണ് ഓപ്പറേഷൻ തണ്ടർ ആരംഭിച്ചത്. കേരളത്തിൽ ലഹരി മാഫിയയും മയക്കുമരുന്ന് ശൃംഖലയെയും അമർച്ച ചെയ്യാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പ്രത്യേക പരിശോധനയാണ് ഓപ്പറേഷൻ തണ്ടർ. നമുക്കറിയാം, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി മല്ലികാർജുൻ ഖാർഗെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു, വീണ്ടും ചുമതലയിട്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. ഇനി അടുത്തത് ഒരു ക്യാമ്പയിനാണ്, ഒരു ജനകീയ ക്യാമ്പയിനാണ് മയങ്ങില്ല കേരളം എന്നുള്ളത്. എന്താണ് മയങ്ങില്ല കേരളം? കേരളത്തിന്റെ ലഹരി മാഫിയകൾക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ചോദിച്ചു കഴിഞ്ഞാൽ മയങ്ങില്ല കേരളം എന്നാണ്. മയങ്ങില്ല കേരളം. ഇനി ലോക ജനസംഖ്യാ ദിനമായിട്ട് നമ്മൾ ജൂലൈ 11 ആചരിക്കുന്നത്. ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 11. എന്താണ് 2026 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിയലൈസിംഗ് ദ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് യങ് പീപ്പിൾ. റിയലൈസിംഗ് ദ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് യങ് പീപ്പിൾ എന്നാണ്. യുവജനങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലും എന്നാണ്
റിയലൈസിംഗ് ദ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് യങ് പീപ്പിൾ. 2026 ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം റിയലൈസിംഗ് ദ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് യങ് പീപ്പിൾ. അടുത്തത്, നിങ്ങൾക്കറിയാം 1000-ലേറെ വർഷം പഴക്കമുള്ള ഒരു നഗരം കണ്ടെത്തി. 1000-ലേറെ വർഷം പഴക്കമുള്ള മിനാൻബേ എന്താണ് അതിന്റെ പേര്? മിനാൻബേ. ഈ മിനാൻബേ എന്ന പുരാതന മായൻ നഗരം കണ്ടെത്തിയത് മെക്സിക്കോയിലാണ്. അതുകൂടി എവിടെയാണ്? മെക്സിക്കോയിലാണ് മിനാൻബേ എന്ന പുരാതന മായൻ നഗരം കണ്ടെത്തിയത്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുകയാണ്. കൽപ്പാക്കം ആണവ നിലയത്തെക്കുറിച്ചാണ്. ഈ കൽപ്പാക്കം ആണവ നിലയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണവതാപം ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സാങ്കേതിക വിദ്യ സജ്ജമായ ആണവ നിലയം എവിടെയാണ്? കൽപ്പാക്കം ആണവ നിലയമാണ്. ഏതാണ്? കൽപ്പാക്കം ആണവ നിലയമാണ്. GCAR എന്ന് പറയുന്ന ആണവതാപം ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സാങ്കേതിക വിദ്യയാണ് കൽപ്പാക്കം ആണവ നിലയത്ത് സജ്ജമായത്. അടുത്തത്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. നിങ്ങൾക്കറിയാം VSSC. ഈ VSSCയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായതാണ് ഡോക്ടർ UP രാജീവാണ്. ഓർത്തിരിക്കണം, കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ ചോദിക്കാം. ഡോക്ടർ UP കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഡോക്ടർ UP രാജീവാണ് VSSCയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത്. അപ്പോൾ കൂട്ടുകാരെ, ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കുറച്ച് ഭാഗമാണ് ഇന്ന് പങ്കുവെച്ച് ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനും നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യും. ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്നായിട്ട് പഠിക്കുക, പരിശ്രമിക്കുക. റിസൾട്ട് എന്തായാലും നമ്മളുടെ മുന്നിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ബൈ, ടേക്ക് കെയർ.